Welcome to Behind the Journey. ഞാൻ ജയരാജ്. നമ്മുടെ സമ്മർ വെക്കേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരാൻ പോവുകയാണ്. അപ്പം ഏതൊരു യാത്രികന്റെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്ലേസ് ആണ് യൂറോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളിന്ന് സംസാരിക്കാൻ പോകുന്നതും യൂറോപ്പിനെ കുറിച്ചാണ്. അപ്പം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ബസ് സ്റ്റേഷൻ ഹോളിഡേസിന്റെ ഡയറക്ടറും സിഇഒമായിട്ടുള്ള ജീന മാം ആണ്. യൂറോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യമേ വരുന്നത് ഈ ഫ്രാൻസും സ്വിറ്റ്സർലൻഡും ഇറ്റലി, ജർമ്മനി, നെതർലൻഡ്സ് ഇതൊക്കെ തന്നെയാണ്. അതായത് യൂറോപ്പിന്റെ വെസ്റ്റേൺ ഭാഗം, ദ വെസ്റ്റേൺ യൂറോപ്പ്, മോസ്റ്റ്ലി ഫ്രം പാരീസ് ടു റോം. അതൊരു മനോഹരമായിട്ടുള്ള ഒരു ജേണിയാണ്. ഏതൊരു യൂറോപ്യൻ യാത്രികനും ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നതും ഈ ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. അപ്പൊ ഫ്രാൻസിലായിരിക്കും നമ്മൾ നോർമലി വന്ന് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ്സ് അറൈവ് ചെയ്യുന്നത്. ഫ്രാൻസ് എന്ന് വലിയൊരു മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ്. അതിന്റെ ഒരു നോർത്തേൺ സെൻട്രൽ പാർട്ടിൽ കിടക്കുകയാണ് ഈ പാരീസ് എന്ന് പറയുന്നത്. ദ സിറ്റി ആൻഡ് ദ റൊമാൻസ്. അതെ അതെ, ഫാഷനും റൊമാൻസും ഒക്കെ ചേർന്ന ഒരു സിറ്റിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സിറ്റിയാണ് പാരീസ് എന്ന് പറയുന്നത്. അവിടുത്തെ മെയിൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ഉണ്ട്. കാരണം നമ്മൾ എല്ലാ വട്ടവും നമ്മളൊരു ഗ്രൂപ്പുമായിട്ട് പോകുന്ന ടൈമിലും ആദ്യമേ ആ ഒരു യാത്രികന് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന പാസഞ്ചേഴ്സ് ഒരു വാവ് ഫീൽ കിട്ടുക എന്ന് പറയുന്ന ആ ഒരു ഐഫൽ ടവർ കാണുന്ന ടൈം. അതെ, അതിന്റെ മെയിൻ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 136 ഇയേഴ്സിനടുത്ത് പഴക്കമുണ്ട്. അത് മാത്രമല്ല ആ ഒരു ടൈമില് ഒരു 18,000 അയൺ പീസസ്, അതേപോലെ തന്നെ 2.5 മില്യൺ റിവറ്റ്സ് സോ നമ്മളെല്ലാവരും ഈ ഐഫൽ ടവർ ഇങ്ങനെ കാണുന്നു, പക്ഷെ എത്ര പേർക്ക് ഇതിനെ കുറിച്ച് അറിയാം? അതെ, അതും ആ ഒരു ടൈമിൽ ഇതിന്റെ നിർമ്മിതി എന്ന് പറയുന്നത് അമേസിംഗ് തന്നെയാണ്. കാരണം അത്രയും വർഷം ടെക്നോളജിയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതൊരു എഞ്ചിനീയറിംഗ് മാർവലാണ്. അതെ അതെ അതെ, അത് എല്ലാവരെയും ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഐഫൽ ടവർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് അവിടുത്തെ സീൻ റിവർ ക്രൂസ്. 482 മൈൽസ് ആണ് ഈ സീൻ റിവർ, അതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം ഈ പാരീസിന്റെ ഒരു സെഗ്മെന്റ് മാത്രമാണ് നമ്മളത് കാണുന്നത്. അതിനൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാരീസ് അല്ലെങ്കിൽ ആ മെയിൻ സിറ്റിയുടെ ഇരുവശം നമ്മൾ ഈ 1 hour ക്രൂസിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതൊരു ബ്യൂട്ടിഫുൾ ജേർണിയാണ്. ഓഫ് കോഴ്സ് ഒരു രണ്ട് സിറ്റിയുടെ രണ്ട് ഭാഗത്തും ഐക്കോണിക് ലാൻഡ്മാർക്സ്, മോണ്യുമെന്റ്സ്, ഹിസ്റ്റോറിക്കൽ ബ്രിഡ്ജസ് ഇതെല്ലാം കടന്നു പോകുന്ന ഒരു 1 hour ആയിട്ടുള്ള സെയിൻ റിവർ ക്രൂസ് അല്ലെ. അതൊരു ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി ഇത് റൊമാൻറ്റിക് ഫീൽ തന്നെയാണ്, മാത്രമല്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ പാരീസിലെ മെയിൻ സൈറ്റ് സീയിങ് ആയിട്ടുള്ള ലൂർ മ്യൂസിയത്തിന്റെ സറൗണ്ടിങ്സ്, അതേപോലെ തന്നെ ആർക് ഡെ ട്രയംഫ്, ഷോസ്ലീസെ ഒക്കെ വളരെ മനോഹരമാണ്. ആ ഒരു ദിവസം നമുക്ക് എങ്ങനെ പോകുന്നത് പോലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. കാരണം പാരീസ് എന്ന് പറയുന്ന ഒരു സ്വപ്ന ഭൂമിയാണ്. നമ്മൾ അതിലൂടെ ഈ കോച്ചിൽ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ആക്ച്വലി അതൊരു ഡ്രീം കം ട്രൂ ആണ്. നമ്മൾ യൂറോപ്പിലെത്തി എന്നുള്ള ഒരു ഫീല് അല്ലെ, അത് തരാൻ പറ്റുന്ന അത്രയും ഒരു സിറ്റി വേറെ ഉണ്ടെന്ന് എനിക്ക് മെയിൻലി നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആണ്. നമുക്ക് ഈ ഒരു കൺട്രീസ് ഒക്കെ കവർ ചെയ്യണം. കാരണം യൂറോപ്പ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നതും പാരീസ് തന്നെയാണ്. ഐഫൽ ടവർ, റോം കാര്യങ്ങളൊക്കെയാണ്. അവിടെ നിന്ന് ഒരു പിക്ചർ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, നമ്മളൊരു ലോകം വെട്ടിപ്പിടിച്ച പോലെ നമുക്ക് തോന്നും. അത് മാത്രമല്ല നമ്മൾ അതിനകത്ത് എൻട്രൻസും കാര്യങ്ങളെല്ലാം കൊടുക്കാറുണ്ട്. നോർമലി നമുക്ക് 3 ലെവലായിട്ടാണ് അതിന്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതിന്റെ സബ്ജക്റ്റും അവൈലബിലിറ്റി വെച്ച് നമുക്ക് 3rd ഫ്ലോർ വരെ 3rd ലെവൽ വരെ നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അതിന്റെ നമ്മളെ എൻട്രൻസും അതിനകത്ത് കയറി കഴിഞ്ഞ് നമുക്ക് ആ ഒരു സിറ്റി ഫുള്ളായിട്ട് അതിനകത്ത് നിന്ന് കാണാൻ പറ്റും എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ജേണിയാണ്. അതെ അതെ, ഒരു യൂറോപ്യൻ ടൂർ തുടങ്ങാൻ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ലാൻഡ് ചെയ്യേണ്ട ഒരു ഡെസ്റ്റിനേഷനും പാരീസ് തന്നെയാണ്. അതിലൊരു ഡൗട്ടും ഇല്ല. കാരണം ആ ഒരു കൺട്രീസിൽ നമ്മൾ അറൈവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കൺട്രിയുടെ അല്ലെങ്കിൽ യൂറോപ്പിന്റെ ഒരു പഞ്ച് എന്താന്ന് നമുക്ക് മനസ്സിലാവും. ബിക്കോസ് ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് പാരീസ് ഇസ് റിച്ച് വിത്ത് ലോട്ട് ഓഫ് ഹിസ്റ്ററി അല്ലേ. ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഊഹിക്കാവുന്ന എന്തുമാത്രം ചരിത്രം അടങ്ങി, എന്തുമാത്രം വലിയ വലിയ ചക്രവർത്തികൾ ഉണ്ടായിരുന്ന ഒരു നാടാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ആ പാരീസിന്റെ തെരുവുകളിലൊക്കെ 2 ദിവസം കൊണ്ട് നമ്മൾ ആ പറ്റാവുന്ന അത്രയും കവർ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ബെൽജിയത്തിൽ. അതെ, 2 ദിവസം നമ്മൾ എന്തായാലും പാരീസിൽ സ്പെൻഡ് ചെയ്തു. അതെ അതെ അതെ, അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ബെൽജിയത്തിലോട്ട് കടക്കുകയാണ്, ബ്രസൽസ്. അതെ, ഒരു മനോഹരമായിട്ടുള്ള ഒരു സിറ്റിയാണ് ബ്രസൽസ് എന്ന് പറയുന്നത്. നമ്മൾ അവിടുന്ന് രാവിലെ പാരീസിൽ നിന്ന് നമ്മുടെ യാത്ര തിരിച്ചു കഴിഞ്ഞാൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നേരെ ബ്രസൽസിലെത്തും. ബ്രസൽസിലെ സറൗണ്ടിങ്ങും അവിടുത്തെ മെയിൻ സ്ട്രീറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള 2 അട്രാക്ഷൻസ് ആണ്. ഒന്ന് മാനിക്കൻ പിസ്റ്റാഷ്യൂ, രണ്ടാമത് വരുന്നതാണ് അറ്റോമിയം കാണുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് ഇത് എന്ത് സ്ട്രക്ചർ ആണ്. ആക്ച്വലി പേര് പറയുന്ന പോലെ തന്നെ അതൊരു ആറ്റമിന്റെ സ്ട്രക്ചർ ആണ്. പക്ഷെ അതിനകത്തേക്ക് നമ്മൾ അവിടെ നിന്ന് വെളിയിൽ നിന്ന് ഫോട്ടോസ് എടുത്തിട്ടൊക്കെയാണ് നമ്മൾ
പോകുന്നത്. കാരണം അതിനകത്ത് നമുക്ക് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ ബേസിക്കലി ആ സ്ട്രക്ചറിനകത്ത് വരുന്നത് എക്സിബിഷൻ ഹാൾസ് ആണ്. ഈ കിഡ്സിന്റെ സ്പേസസ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു കാര്യം അതിലുണ്ടെന്ന് പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റാറില്ല. പക്ഷേ നമ്മൾ ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആ ഒരു ഏരിയയിലെ കുറച്ച് നേരം ടൈം ചെലവഴിക്കുക, പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോകും. അങ്ങനെയാണ് മെയിൻലി നമുക്ക് അവിടെ ഈ സിറ്റി സെന്ററും അതേപോലെ തന്നെ മാനിക്കൻ പിസ്റ്റാച്യു, അട്ടോമിയും കാര്യങ്ങളൊക്കെയാണ് ബ്രസൽസിൽ കാണുന്നത്. നമുക്ക് ബ്രസൽസ് ബേസിക്കലി നമുക്കൊരു ജേർണി ത്രൂ ആണ്. അതെ അതെ അതെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോകുന്നതാണ് ആംസ്റ്റർഡാം, നെതർലാൻഡ്സ്, ദ ഡച്ച് സിറ്റി. യെസ്, മനോഹരമായിട്ടുള്ള ഒരു നഗരമാണ് ആംസ്റ്റർഡാം എന്ന് പറയുന്നത് തന്നെ. ആംസ്റ്റർഡാമിൽ ഈവനിങ് നമ്മൾ ആ ഒരു ഈവനിങ് ഒക്കെ ഇറങ്ങുന്ന ടൈമിൽ തന്നെ അവിടുത്തെ ഡാം സ്ക്വയർ ഏരിയാസ്, റെഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഏരിയാസ് ബ്യൂട്ടിഫുൾ ആണ്. ആക്ച്വലി ഒരു കപ്പിൾ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു കപ്പിൾ ഗോൾസിൽ ഒന്നാണ് ഈ ആംസ്റ്റർഡാം എന്ന് പറയുന്നത്. അതെ അതെ അതെ. ആംസ്റ്റർഡാമിന്റെ തെരുവുകളിലൂടെ നമ്മൾ ആ ഡാം സ്ക്വയർ ഏരിയാസ് എല്ലാം നമ്മൾ വാക്കിംഗ് ടൂർ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. അത് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ നേരെ ഹോട്ടലിൽ പോകും. അതായിരിക്കും നമ്മൾ ആംസ്റ്റർഡാമിൽ ഒരു ഈവനിങ് നമുക്ക് നമ്മൾ ഓൾറെഡി കുറച്ച് ടയർഡ് ആണല്ലോ. അതെ അതെ അതെ. ഈവനിങ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നു ആ ഡാം സ്ക്വയർ ഏരിയാസ് ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ നേരെ ക്യുക്കിനോഫ് കാണാൻ പോകുന്നത്. അതെ അതെ അതെ. ടുലിപ്പ് ഗാർഡൻസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് യൂറോപ്പിൽ യാത്ര ചെയ്യുന്ന 2004 ആ സമയത്ത് എന്റെ മനസ്സിൽ ഇന്നും എന്റെ ആദ്യത്തെ യൂറോപ്പ് യാത്രയിൽ നിൽക്കുന്നത് ഈ ടുലിപ്പ് ഗാർഡൻസ് ആണ്. കാരണം എന്താ വെച്ചാല് ഏക്കർ കണക്കിന് ഇങ്ങനെ പല കളറിൽ ഒരു പാടങ്ങൾ ഇങ്ങനെ നിൽക്കുവാണ്. റെഡ്, യെല്ലോ, ബ്ലൂ, പല കളറിലെ ടുലിപ്സ് ഉണ്ട്. അതിന്റെ ഇടയിലുള്ള പോൺസ്. അതെ, അത് മാത്രമല്ല പല ചെറിയ ചെറിയ പോൺസ്, സ്വാൻസ്, അതല്ലെങ്കിൽ കുറച്ച് കൂളാണല്ലോ അതിനകത്ത്. ഒരു വൗ ഫാക്ടർ ആണ് അല്ലേ. നമ്മൾ കുറച്ച് കുറച്ച് ഫിലിംസില് പാട്ടിലൊക്കെയാണ് നമ്മളത് പണ്ട് കണ്ടിട്ടുള്ളത്. ആ ടുലിപ്പ് ഗാർഡൻസിലൂടെ നമ്മളിങ്ങനെ നിൽക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ അതിനെ നടുക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമ്മളൊരു ഡ്രീം വേൾഡിലാണോ നമുക്ക് തോന്നിപ്പോവും. ഒരു ഹെവൻ, സം കൈൻഡ് ഓഫ് എ ഹെവൻ ഫീൽ. കാരണം യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ടുലിപ്പ് ഫീൽഡ് ആണ്. അതെ, ഏകദേശം 1 മാസത്തിൽ താഴെയുള്ളൂ അതിന്റെ ഒരു ആയുസ് എന്ന് പറയുന്നത്. ആലോചിക്കുമ്പോ തന്നെ നമുക്ക് വിഷമം തോന്നും. നമുക്ക് ഏപ്രിൽ മുതലാണ് നമുക്ക് ഇവിടുന്ന് ജേർണി കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്, യൂറോപ്യൻ ടൂർ. അതേപോലെ തന്നെ ഒരു മെയ് 14 മുൻപായിട്ട് പോകുന്നവർക്ക് മാത്രമേ ഇത് വിറ്റ്നസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അപ്പൊ ഏപ്രിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇതൊരു ബോണസ് തന്നെയാണ്. അതെ അതെ അതെ. മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് ആംസ്റ്റർഡാമിലെ. അതെ അതെ, തീർച്ചയായിട്ടും. ടുലിപ്സ് ഇല്ലാണ്ടിരുന്ന ആംസ്റ്റർഡാം അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആംസ്റ്റർഡാമിൽ നേരെ പോകുന്നത് ജർമ്മനിയിലോട്ടാണ്. ജർമ്മനിയിലെ കൊളോൺ എന്ന് പറയുന്ന ഏരിയയിലോട്ടാണ്. അവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ടൂറിനകത്ത് തന്നെ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആണ് കൊളോൺ കത്തീഡ്രൽ. അതെ, ഒരു ഗോത്തിക് മാസ്റ്റർ പീസ് തന്നെയാണ് കൊളോൺ കത്തീഡ്രൽ എന്ന് പറയുന്നത്. അറൌണ്ട് ഒരു 600 വർഷത്തിൽ കൂടുതൽ എടുത്താണ് അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം. വേൾഡിലെ ഏറ്റവും ട്വിൻ സ്പയർഡ് ആയിട്ടുള്ള ടോളസ്റ്റ് ട്വിൻ സ്പയർഡ് കത്തീഡ്രൽ ആണ് ഈ കൊളോൺ കത്തീഡ്രൽ. അതെ അതെ, ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ഭംഗിയാണ്. കാരണം ആ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. അറൌണ്ട് 6 തലമുറകൾ എടുത്താണ് ഇത് പണിതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 1240 കാലഘട്ടത്തിലാണ് ഇത് പണി തുടങ്ങിയത്. അറൌണ്ട് 1880 ഒരു 1880 കാലഘട്ടങ്ങളിലാണ് ഇതിന്റെ ഒരു പണി കഴിഞ്ഞത്. അതെ അതെ, അറൌണ്ട് 600 വർഷത്തിന് മുകളിൽ എടുത്തു ഇതിന്റെ പണി കഴിഞ്ഞത്. അതിന്റെ ഇടയ്ക്ക് 2 വേൾഡ് വാർ വരെ കടന്നുപോയി. അത്രയും മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു കത്തീഡ്രലാണ് കൊളോൺ കത്തീഡ്രൽ. അതും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നമ്മൾ കൊളോണിൽ തന്നെയാണ് അന്ന് സ്റ്റേ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ അവിടുന്ന് നേരെ സ്യൂറിക്, സ്വിറ്റ്സർലൻഡിലോട്ട് ജേർണി നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഓൺ ദ വേ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കാണുന്നുണ്ട്. തീർച്ചയായും ബ്ലാക്ക് ഫോറസ്റ്റിനെ കുറിച്ച് പറയുമ്പം ആക്ച്വലി അത് നമ്മൾ ശരിക്കും ഈ സ്റ്റോറി ബുക്സിലുള്ള വില്ലേജസ് ഇല്ലേ, അതുപോലെ നമുക്ക് ഫീൽ ചെയ്യും ഈ ബ്ലാക്ക് ഫോറസ്റ്റിൽ കടന്നു പോകുമ്പോൾ. കാരണം എൻലെസ് ട്രീസ് ആണ് അവിടെ ഉള്ളത്. പിന്നെ പലപ്പോഴും അവിടെ എത്തുമ്പോൾ നമുക്ക് തോന്നും ടൈം ഭയങ്കര സ്ലോ ഡൗൺ ആയി. കാരണം നമുക്ക് സൂര്യ വെളിച്ചം പോലും നമുക്ക് ഏൽക്കുന്നില്ല. അതെ, ഭയങ്കര ക്വയറ്റ് ആണ് ആ സ്ഥലം. നമ്മളെ ഒരു വളരെ കാം ആൻഡ് പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലേ. കാരണം ആ പൈൻ ട്രീസ് അത്രയും നിറഞ്ഞു തിങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു സൺലൈറ്റ് പോലും വരുന്നില്ല. അത് സമയം നമുക്ക് അറിയാൻ പോലും സാധിക്കില്ല. ബ്യൂട്ടിയാണ്. അതിനോടൊപ്പം തന്നെയാണ് നമുക്ക് ആ കുക്കു ക്ലോക്കിന്റെ ഫാക്ടറീസ് ഔട്ട്ലെറ്റ് വരുന്നത്. ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. നമ്മൾ അതിനകത്തെങ്കിലും ഒരു ഔട്ട്ലെറ്റ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലേക്ക് ടിറ്റിസി നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. റൈൻ ഫോൾസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ജേർണീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അവസാനം എത്തുന്നത് സ്വിറ്റ്സർലൻഡിലാണ് അല്ലെ. പക്ഷേ ഈ ജേർണി കംപ്ലീറ്റ് ഉണ്ടല്ലോ, ഈ ദിവസം നമ്മളുടെ യാത്ര എല്ലാം ഭയങ്കര പിക്ചറസ്ക് ആണ്. യൂറോപ്പിന്റെ ഏറ്റവും നേച്ചർ ആണ് നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ. റോഡ് ട്രിപ്പ് ആണ്. നമ്മൾ എൻജോയ് ചെയ്ത് ഓരോ സൈറ്റ് സീയിങ് നമ്മൾ കാണുന്ന കാഴ്ചകളും ഡിഫറെന്റ് ആണ്. നമ്മൾ അത്രയും എൻജോയ് ചെയ്താണ് ആ റോഡ് ട്രിപ്പ് കംപ്ലീറ്റ്ലി പോകുന്നത്. അതെ, ജർമ്മനിയിൽ നിന്ന് അടുത്ത് നമ്മൾ പോകുന്നത് സ്വിറ്റ്സർലൻഡിലേക്കാണ്.
നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ് സ്വിറ്റ്സർലൻഡ്, പ്രത്യേകിച്ചും കുട്ടികൾ. അതെ, ഈ ടൂർ കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രാജ്യവും ഇത് തന്നെയാണ്. 100% ആണ്. ഒരുപാട് മൗണ്ടൻസും ലേക്ക്, വാട്ടർഫോൾസ്, സ്വിസ് ആൽപ്സ്, അതെ, എല്ലാം കൂടെ ഒത്തുണങ്ങിയ ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത്. ആ ഒരു രാജ്യം തന്നെ അവരുടെ നേച്ചറാണ് സെല്ല് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ ഏറ്റവും മൗണ്ടൻസിന് സെല്ല് ചെയ്തിട്ടാണ് ഇത്രയും ടൂറിസം അവിടെ അട്രാക്ട് ചെയ്യുന്നത്, നമ്മൾ ഓർക്കണം അല്ലേ? അതെ അതെ. അവിടുത്തെ പ്രധാനപ്പെട്ട മെയിൻ ഒരു മൗണ്ടൻ ആണ് മൗണ്ട് ഇറ്റ്ലിസ് എന്ന് പറയുന്നത്. യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് മൗണ്ടനും ആണ്. നമ്മുടെ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ. അതെ 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 അതെ. സത്യം പറയാം ബോളിവുഡ് ഫിലിമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു യാത്രികരെ അല്ലെങ്കിൽ ടൂറിസ്റ്റേഴ്സിന്റെ ഏറ്റവും കൂടുതൽ ഫ്ലോ ഉണ്ടാക്കാൻ തന്നെ കാരണം. അവിടെ 2-3 കാര്യങ്ങളുണ്ട്. മൗണ്ട് ഇറ്റ്ലിസ് തന്നെ ലോകത്തിലെ ഫസ്റ്റ് റിവോൾവിംഗ് കേബിൾ കാർ 1992 കഴിഞ്ഞപ്പോഴാണ് അവിടെ വന്നത്. ഫസ്റ്റ് റിവോൾവിംഗ് കേബിൾ കാർ തന്നെ മൗണ്ട് ഇറ്റ്ലിസിലെയാണ്. അതേപോലെ തന്നെ യൂറോപ്പിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ് 2012 മൗണ്ട് ഇറ്റ്ലിസിലെ. എത്ര പേർക്ക് അറിയാം ഇതൊക്കെ? നമ്മളെല്ലാവരും മൗണ്ട് ഇറ്റ്ലിസ് ഒക്കെ ഒരുപാട് എന്താ പറയണ്ടേ, വേൾഡിലെ ഫസ്റ്റ് റിവോൾവിംഗ് കേബിൾ കാർ, യൂറോപ്പിലെ ഹയസ്റ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ്, അങ്ങനെ കുറെ ബഹുമതികൾ നമ്മുടെ മൗണ്ട് ഇറ്റ്ലിസിന് ഉണ്ട്. കാരണം നോർമലി സ്വിറ്റ്സർലൻഡിന്റെ മൗണ്ടൻസ് എന്ന് പറയുമ്പോൾ ഐസ് ഉണ്ട് എന്ന് മാത്രമാണ് എല്ലാവരും ചിന്തിക്കണേ. അതിനപ്പുറം ഇത്തരം കാര്യങ്ങളും കൂടെ അവിടെ ഉണ്ട്. അത് മാത്രമല്ല 365 ഡേയ്സും മൗണ്ട് ഇറ്റ്ലിസിന്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഐസ് കാണാൻ എറിഞ്ഞു കളിക്കാൻ അതൊരു മെയിൻ ഒരു ഹൈലൈറ്റ് ആണ്. കാരണം ആ ഒരു ഹാഫ് ഡേ എക്സ്കർഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടെ മനസ്സിൽ ഏറ്റവും കുളിര് കയറുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും, ഒരു ഡൗട്ടും ഇല്ല. നമ്മൾ മൗണ്ട് ഇറ്റ്ലിസിലെ എക്സ്കർഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ നേരെ ട്രെയിൻ ജേർണി എടുക്കാനാണ് പോകുന്നത്. അതെ, സ്വിറ്റ്സർലൻഡിൽ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഒരു സ്വിസ് ട്രെയിൻ ജേർണിയാണ്. മനോഹരമായിട്ടുള്ള ഒരു ജേർണിയാണ് അത്. അതിന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന പ്ലേസും ബ്യൂട്ടിഫുൾ ആണ്. എന്താന്ന് വെച്ചാൽ ഏംഗൽബർഗിൽ നിന്ന് ലുസേണിലോട്ടുള്ള ഒരു ജേർണി. അതെ, അതിന് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഈ ജേർണി പാസ് ചെയ്ത് പോകുന്നത് തന്നെ കുറെ വില്ലേജസും മുനിസിപ്പാലിറ്റീസ് ഉണ്ട്. അവിടുത്തെ മനോഹരമായിട്ടുള്ള ഗ്രാഫനോട്ട്, ഹെഗസ്വിൽ എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റീസ് ഉണ്ട്. അതെ അതെ അതെ, മുനിസിപ്പാലിറ്റീസും വില്ലേജസും കവർ ചെയ്താണ് ഈ ഒരു ജേർണി നേരെ പോകുന്നത്. ഈ ഒരു ജേർണി പോകുമ്പോൾ എനിക്കെപ്പോഴും എന്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത്, നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു ഫുൾ ഗ്രീനറി, ഒരേപോലെ ഇരിക്കുന്ന വീടുകള്, കുറെ പശുക്കളും ഒക്കെ ഇങ്ങനെ മേഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് സ്നോ കവേർഡ് ആയിട്ടുള്ള മൗണ്ടൻസ് വ്യൂസ് നന്നായി നമുക്ക് കൂടുതലും ഈ ഒരു ട്രെയിൻ ജേർണിക്കകത്ത് ഫുൾ ടൈം എല്ലാവരും ആ പനോറമിക് വ്യൂ നോക്കി ഇങ്ങനെ ഇരിക്കും. സ്റ്റണ്ണിംഗ് വ്യൂ ആണ്. അതെ അതെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലുസേണിലെത്തുക. ലുസേണിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ലുസേൺ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം അവിടുത്തെ ലേക്ക് ലുസേൺ, പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്കിവിടെ യാത്ര ചെയ്യുന്ന എല്ലാവരുടെ മനസ്സിൽ ആദ്യം വരുന്നത് അവിടുത്തെ ഒരു ചാപ്പൽ ബ്രിഡ്ജ് ഉണ്ട്. ഈ ഓൾഡ് ടൗൺ ഓഫ് ലുസേണും ന്യൂ ടൗണും കണക്ട് ചെയ്യുന്ന ആ ഒരു റിവറിന്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഒരു ലേക്കാണ്, ലേക്ക് റൂസ് എന്ന് പറയും. ഇതിനെ കണക്ട് ചെയ്യുന്നതാണ് ഈ ചാപ്പൽ ബ്രിഡ്ജ്. അതല്ലെങ്കിൽ ശരിക്കും പറയുന്നത് കെപ്പൽ ബ്രൂക്ക് എന്ന് പറയും. അതിന്റെ ഒരു മീനിങ് ആണ് ഈ ചാപ്പൽ എന്നാണ് അതിന് പറയുന്നത്. അപ്പം ഈ ഒരു ബ്രിഡ്ജ് ഫുൾ വുഡൻ ബ്രിഡ്ജ് ആണ്. ആക്ച്വലി ഒരു വേൾഡിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് വുഡൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഈ ചാപ്പൽ ബ്രിഡ്ജ് തന്നെയാണ്. അതിനകത്തൂടെ നടക്കുമ്പോൾ ചുറ്റിനും കുറെ പൂക്കളും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഭയങ്കര പിക്ചറസ്ക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ ചാപ്പൽ ബ്രിഡ്ജ്. അതിനകത്തൂടെ നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് പെയിന്റിങ്സ് കാണാൻ പറ്റും. ആക്ച്വലി എല്ലാവരും ഈ പെയിന്റിങ്സ് കണ്ട് അങ്ങനെ പോകും. പക്ഷെ ശരിക്കും അത് എന്താണെന്നറിയാമോ, സ്വിറ്റ്സർലൻഡിന്റെ മൊത്തം ഹിസ്റ്ററിയാണ് അവർ അതിൽ പെയിന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെയധികം ടേക്കൺ കെയർ ഓഫ് ആണ് അല്ലെ. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ എവിടെ നമ്മൾ പോയാലും അങ്ങനെ തന്നെയാണ്. പിന്നെ അവിടെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു റോക്ക് നമുക്ക് കാണാൻ പറ്റും. ഈ ചാപ്പൽ ബ്രിഡ്ജിൽ നിന്ന് കുറച്ച് നടന്നാൽ മതി നമ്മൾ ആക്ച്വലി. അപ്പൊ ആ റോക്കില് ഒരു ലയണിന്റെ ഒരു ഇത് അവരിങ്ങനെ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലയൺ മോണ്യുമെന്റ് അറിയാലോ. അപ്പം ഈ പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇത്, നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് കണ്ടുപോകുന്ന മാത്രമേ. പക്ഷെ അതിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഇമോഷണൽ ആണ്. കാരണം ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് കിങ് ലൂയിസ് 16 സംരക്ഷിച്ചത് സ്വിസ് ഗാർഡ്സ് ആണ്, അല്ലാതെ ഫ്രഞ്ച് പട്ടാളക്കാരല്ല. അപ്പൊ ആ സ്വിസ് ഗാർഡ്സിനെ ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ലയണിനെ അവിടെ കാവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ലയൺ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ സ്വിസ് ഗാർഡ്സിനെയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലയൺ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കടാര ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അതൊരു ഡൈയിങ് ലയൺ അല്ലെങ്കിൽ ഒരു വുണ്ടഡ് ലയൺ എന്ന് പറയും. അപ്പം ഇതെല്ലാം
ചേർന്നിണങ്ങുന്ന ഒരു ബ്യൂട്ടിഫുൾ ക്വീൻ അല്ലെങ്കിൽ ഒരു ക്യൂട്ട് ആയിട്ടുള്ള സിറ്റിയാണ് ഈ ലുസാൺ എന്ന് പറയുന്നത്. അറ്റ് എ ടൈം നമുക്ക് ഹിസ്റ്ററിയും ഉണ്ട്, അതിനോടൊപ്പം തന്നെ നേച്ചറും. അതെ 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 ഇത് രണ്ടും ഇണങ്ങിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ആ ഒരു 2 days കംപ്ലീറ്റ്ലി ഏതൊരു യാത്രികനായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതെ അതെ 2 ദിവസത്തെ ഒരു സ്വിറ്റ്സർലൻഡ് അല്ലേ. അവര് കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. കാരണം രാവിലെ മുതൽ ഉച്ചവരെ നേരെ മൗണ്ട് എറ്റ്ലസ് അത് നമ്മൾ എൻജോയ് ചെയ്യുന്നു. അത് കഴിഞ്ഞുള്ള ട്രെയിൻ ജേർണി. അതെ അതെ, അത് കഴിഞ്ഞുള്ള ട്രെയിൻ ജേർണി, അത് കഴിഞ്ഞ് നേരെ നമ്മൾ വരുന്ന ലയൺ മോണുമെന്റ്, ചാപ്പൽ ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെയാണ്. ആ 2 ദിവസം നമ്മൾ സ്വിറ്റ്സർലൻഡ് പരമാവധി നമുക്ക് കാണാവുന്ന അത്രയും ഏരിയ തന്നെയാണ് നമുക്ക് സ്വിസ് വാച്ചസോ സ്വിസ് വാങ്ങിക്കാനായിട്ടുള്ള സമയമൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നത്. മൊത്തത്തിൽ സ്വിറ്റ്സർലൻഡ് പൊളിയാണ്, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ 2 ദിവസം സ്വിറ്റ്സർലൻഡ് കാര്യങ്ങളെല്ലാമായിട്ട് ചെലവഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇറ്റലിയിലോട്ടാണ്. ചരിത്രം ഉറങ്ങുന്ന ഇറ്റലി അല്ലേ. അതെ 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 ചരിത്രമാണ്. അതെ, അത് മാത്രമല്ല ഫസ്റ്റ് ആദ്യമേ നമ്മൾ നേരെ പോകുന്നത് മിലാനിലോട്ടാണ്, ദ ഫാഷൻ ക്യാപിറ്റൽ. മിലാൻ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു നഗരമാണ്. ആ ഒരു നഗരം കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, ചരിത്രപരമായിട്ടുള്ളതും അത് മാത്രമല്ല നിയോ ക്ലാസിക്കൽ ഡിസൈൻസും ഗോത്തിക് ആർക്കിടെക്ചറും എല്ലാം കൂടെ ഒത്തുണങ്ങിയ ഒരു സ്ഥലമാണ്. അതെ അതെ അതെ, നമ്മുടെ കൊളോൺ കത്തീഡ്രൽ പോലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് കത്തീഡ്രൽ ഇൻ ദ വേൾഡ് ആണ് മിലാൻ ഡ്യൂമോ അല്ലെ മിലാൻ കത്തീഡ്രൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കാണുന്നുണ്ട് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ എന്ന് പറയുമ്പോൾ അറൌണ്ട് 600+ ഇയേഴ്സിന്റെ പഴക്കമുണ്ട്. 600 വർഷത്തിൽ മുകളിൽ പഴക്കമുള്ള ഒരു കത്തീഡ്രലാണ് മിലാൻ കത്തീഡ്രൽ. അത് മാത്രമല്ല ഇതിന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു ഗോത്തിക് ആർക്കിടെക്ചറുമാണ്, അതേപോലെ തന്നെ നമ്മുടെ നിയോ ക്ലാസിക്കൽ ഡിസൈൻസുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. കാരണം കൊളോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡാർക്ക് വൈബാണ് നമുക്ക് അവിടെ കിട്ടുന്നത്, കാരണം ഒരു ഇരുണ്ട രീതിയിലാണ്. പക്ഷെ ഇത് ഭയങ്കര മനോഹരമാണ്, കുറച്ചും കൂടെ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് മിലാൻ കത്തീഡ്രൽ. അത് കണ്ടിട്ടാണ് നമ്മൾ നേരെ വെനീസിലോട്ട് പോകുന്നത്. വെനീസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം അത് ഭയങ്കര റൊമാൻറ്റിക് ആണ്, പ്രാവുകളൊക്കെ ഉള്ളതാണ് അവിടുത്തെ സെന്റ് മാർക്ക് സ്ക്വയർ ഒക്കെ. പക്ഷെ വെനീസിനെ കുറിച്ച് അതിലും ഒത്തിരി ചരിത്രം വെനീസിനുണ്ട്. വെനീസ് എന്ന് പറയുമ്പോൾ അത് വ്യാപാരികളുടെ വെനീസാണ്. പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ വ്യാപാരം നടന്നിരുന്നതും വെനീസിലാണ്. എല്ലാ കച്ചവടക്കാരായിരുന്നു അവിടെ. ഇതൊന്നും അല്ലാതെ ഇതൊക്കെ മാറ്റിവെക്കുകയാണെങ്കിൽ പോലും വെനീസ് എന്ന് പറഞ്ഞ സിറ്റി, ആ സ്മോൾ സിറ്റി ഇസ് ബിൽഡ് അപ്പോൺ മോർ ദാൻ 100 ഐലൻഡ്സ്. 100 പരം ചെറിയ ദ്വീപുകളുടെ കൂട്ടമാണ് ഈ വെനീസ് എന്ന് പറയുന്നത്. അവിടെ കാറില്ല, റോഡില്ല, അതിന് പകരം അവിടെ ബോട്ടുകളാണ്, കാറിന് പകരം ബോട്ടുകളാണ്. ടാക്സികൾ തന്നെ അതേപോലെ തന്നെ വേപ്പറേറ്റോ എന്ന് പറയുന്നത്. വാട്ടർ ടാക്സി ടാക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാറാണ്. അവര് ടാക്സി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ബോട്ട്. പിന്നെ വെനീസിൽ ട്രാഫിക് ജാം ഇല്ല, ട്രാഫിക് ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. എന്ത് രസം. കൂടുതലും സൈക്കിളിലൊക്കെയാണ് ഇങ്ങനെ നടക്കുക. ഏറ്റവും കൂടുതൽ കനാൽസും ആ ബ്രിഡ്ജസും ആണ്. അതിലൂടെയുള്ള ഒരു യാത്ര നമ്മള് വേറൊരു ലോകത്താണ്. കാരണം നമ്മളെപ്പോഴും ഒരു യന്ത്രങ്ങളുടെ ഒക്കെ ആ ഒരു ലോകത്ത് നിന്ന് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ നമുക്ക് വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയ ഒരു ഫീലാണ്. ഭയങ്കര രസമാണ് വെനീസ് എന്ന് പറയുന്നത്. അതെ, വെനീസ് കണ്ടിട്ടാണ് പിന്നെ നമ്മൾ നേരെ പിസയിലോട്ട് പോകുന്നത്. ദ ലീനിങ് ടവർ ഓഫ് പിസ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ചെരിഞ്ഞ ഗോപുരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ പിസ തുടക്കം മുതൽ കാണാൻ തുടങ്ങി. നമ്മുടെ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ നമ്മൾ വാങ്ങിക്കുന്ന ബുക്കുകൾ ഉണ്ടല്ലോ, നോട്ട്ബുക്കിന്റെ ലീനിങ് ടവർ ഓഫ് പിസ. അത് കഴിഞ്ഞ് ഈ വിൻഡോസിലൊക്കെയാണ് ഈ ഒരു കാണാൻ തുടങ്ങിയത് തന്നെ. പക്ഷെ അത് നേരിട്ട് കാണുമ്പം ഒരു നമ്മള് പണ്ട് മുതലേ ഇങ്ങനെ കണ്ടിട്ടുള്ള ഓരോ സ്ഥലങ്ങൾ, യഥാർത്ഥത്തിൽ വെസ്റ്റേൺ യൂറോപ്പ് അങ്ങനെയാണ്. വെസ്റ്റേൺ യൂറോപ്പിലെ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ സ്വിറ്റ്സർലൻഡിൽ പോകുമ്പോൾ നമുക്ക് ലോൺ ഏരിയാസ്, അതേപോലെ തന്നെ പാരീസിലെ ഐഫൽ ടവർ, ലീനിങ് ടവർ ഓഫ് പിസ, റോം, വെനീസ്, ഈ ഒരു ഏരിയാസ് ഒക്കെ പണ്ട് മുതലേ നമ്മളിങ്ങനെ നോട്ട്ബുക്കിലും കാര്യങ്ങളെല്ലാം കണ്ട കാര്യങ്ങൾ. അതെ 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 അതെ. ഞാൻ എന്റെ ഫസ്റ്റ് ടൈം ഞാൻ ലീനിങ് ടവർ ഓഫ് പിസ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. ഞാൻ എവിടെയാണ് ഈ നിൽക്കുന്നത്, ഞാൻ കണ്ടിട്ടുള്ള അത് തന്നെയാണോ, ഇത് തന്നെയാണോ അത് എന്ന് പല പ്രാവശ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നീട് കുറച്ച് സമയം എടുത്തു ഞാൻ ആക്ച്വലി റിയാലിറ്റിയിലേക്ക് വരാൻ. അതും ആ ഒരു ആർക്ക് ഓഫ് മിറാക്കിൾസ് ഉണ്ടല്ലോ അതിന്റെ ബാക്കിലായിട്ട് വരുന്നത്. അതെ 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 അതെ, അത് കാര്യങ്ങളെല്ലാം. അതെ, അത് മാത്രമല്ല ആ ഒരു ഏരിയയിലാണ് നമുക്ക് ആ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളെല്ലാം കൂടുതൽ വരുന്നത്. ഈവനിങ് നമ്മൾ ഡിന്നർ ആ ഒരു ഏരിയാസ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ റോമിലോട്ട് പോവാണ്.
അതെ, റോമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പണ്ട് കാലത്ത് ഈ ലോകത്തിന്റെ ഭൂരിഭാഗവും റോമൻ ചക്രവർത്തിമാരുടെ കയ്യിലായിരുന്നു. അവരുടെ ജീവിത ലക്ഷ്യം തന്നെ ലോകം പിടിച്ചടക്കുക എന്ന് മാത്രമായിരുന്നു. ഇതൊരു പുരാതന റോമിന്റെ ചരിത്രമാണ് കേട്ടോ. പക്ഷെ ഇപ്പൊ നമ്മള് ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളൊക്കെ ഡിഫറെന്റ് ആണ്. അതിന്റെ റൂയിൻസ് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ 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 അതെ, അതിന്റെ ഓരോ അവശിഷ്ടങ്ങളാണ് ഇപ്പം അവിടുത്തെ മെയിൻ ഒരു എന്താ പറയണ്ടേ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് നമ്മൾ അവിടെ കാത്ത് സൂക്ഷിക്കുന്നത് തന്നെ. നമ്മുടെ കൊളോസിയം, റോമൻ ഫോറം, സ്പാനിഷ് സ്റ്റെപ്സ്, അതെ, ട്രിബി ഫൗണ്ടൻസ്, അതെ, കൂടുതലും ഈ ചരിത്രമായിട്ട് ബന്ധപ്പെടുന്നവ തന്നെയാണ്. അതെ, അതേപോലെ തന്നെ അവിടുത്തെ മെയിൻ ഒരു ഇമ്പോർട്ടൻസ് ആണ് വത്തിക്കാൻ എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ കൺട്രിയാണ്, അതേപോലെ തന്നെ ചെറിയ സിറ്റിയുമാണ് വത്തിക്കാൻ എന്ന് പറയുന്നത്. അവിടുത്തെ സുപ്രീം പവറും പോപ്പിന് തന്നെയാണ് കൂടുതലും. ആകെ ടോട്ടൽ ഒരു 110 ഏക്കർ മാത്രമേ ഉള്ളൂ ആ ഒരു ഏരിയ, ടോട്ടൽ ചുറ്റളവ് എന്ന് പറയുന്നത്. അവിടെ മെയിൻലി ഉള്ളതും നമ്മുടെ വത്തിക്കാൻ മ്യൂസിയം, വത്തിക്കാൻ ചർച്ച്, പിന്നെ കുറച്ച് ഗാർഡൻസ്, അത്ര ഏരിയാസേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയാണല്ലോ അവിടെ. അതെ 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 അതെ. കാരണം ദി അൾട്ടിമേറ്റം ഓഫ് കാത്തലിക് ചർച്ച് ആണ് അത്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, അത് വേൾഡിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ചർച്ചസ് ആണ് ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന് പറയുന്നത്. കാരണം അത് ജസ്റ്റ് ഒരു ചർച്ച് മാത്രമല്ല, ദാറ്റ് ഇസ് വെർ ഹിസ്റ്ററി, ഫെയ്ത്ത്, വർഷങ്ങളായിട്ടുള്ള ഒരു ഡിവോഷൻ അല്ലെങ്കിൽ ചരിത്രം, അതെല്ലാം കൂടി ചേരുന്ന ഒരു സ്ഥലമാണ് ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന് പറയുന്നത്. മാത്രമല്ല പോപ്പിന്റെ ഒരു ഇരിപ്പിടം കൂടിയിട്ടാണ് ഈ ബസിലിക്ക. അതെ. So there is no Vatican without St. Peter's Basilica. ഹൈലൈറ്റും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയാണ്. അതെ, നമ്മൾ ആ ഒരു സിറ്റി മെയിൻലി റോം സിറ്റിയിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത്രയും സൈറ്റ് സീയിങ്ങും റൂയിറ്റ്സും കാര്യങ്ങളെല്ലാം കണ്ടു കഴിയുമ്പോൾ തന്നെ റോമിന്റെ ഒരു ഫീൽ ആയി കഴിഞ്ഞു. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഗൈഡഡ് സിറ്റി ടൂർ തന്നെയാണ്. കാരണം ഇത്രയധികം ചരിത്രം നമ്മൾ എത്ര പ്രാവശ്യം നമ്മളവിടെ വിസിറ്റ് ചെയ്താലും നമുക്ക് എല്ലാം ഒന്നും ഓർത്തിരിക്കാൻ സാധിക്കില്ല. നമ്മളൊരു ലോക്കൽ ഗൈഡിനെ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഏരിയാസ് എല്ലാം കവർ ചെയ്യുന്നത് തന്നെ. അതെ അതെ, ഒരു ഏരിയ കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മുടെ റോമിന്റെ ഒരു ഫീല് കിട്ടിക്കഴിഞ്ഞു. അതാണ് നമ്മുടെ പാരീസിൽ നിന്ന് തുടങ്ങി റോമിൽ അവസാനിക്കുന്ന ഒരു ജേർണി. അതെ 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 അതെ, തുടക്കം തുടങ്ങുന്നത് തന്നെ നമ്മൾ സിറ്റിയിൽ നിന്നാണ്. പക്ഷേ ഏതൊരു സിറ്റിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ കാണുന്ന ഒരു ഐക്കോണിക് ഫാഷൻ സിറ്റി മാത്രമല്ല, അവിടെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ചരിത്രം ഉറങ്ങുന്ന നാടാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടലി ഏത് രീതിയിലുള്ള ആൾക്കാർക്കും ഏത് രീതിയിലുള്ള ഏജിലുള്ള ആൾക്കാർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ്. ഫസ്റ്റ് ടൈം യൂറോപ്പ് വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ വെസ്റ്റേൺ യൂറോപ്പാണ്. പ്രധാന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലം മുതലേ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ കാലഘട്ടം മുതലേ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ കണ്ടതും കേട്ടതും ഇതെല്ലാമാണ് ഇവിടെ അൺവെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും കാണാതെ ഒരു യൂറോപ്പ് ടൂർ ഇല്ല. അപ്പൊ ഏറ്റവും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ആദ്യം ഒരു യൂറോപ്പ് സന്ദർശിക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവർക്ക് അവരാദ്യം പോകേണ്ടതും ഈ ഒരു യൂറോപ്യൻ. അതേപോലെ തന്നെയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടാണ് യൂറോപ്പ് എന്ന് പറയുന്നത് തന്നെ. ചില യാത്രകൾ നിങ്ങളുടെ പാസ്പോർട്ടിൽ മുദ്രകൾ പതിപ്പിക്കും. ചില യാത്രകൾ നിങ്ങളുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഡെസ്റ്റിനേഷനൊപ്പമുള്ള ഈ യൂറോപ്യൻ യാത്ര നിങ്ങളുടെ കൂടെ തന്നെ തുടരും.